മലബാർ ദേവസ്വത്തിന്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന മഞ്ചേരിയിലെ പ്രശസ്തമായ കുന്നത്തമ്പലം എന്ന പേരിലുള്ള ശ്രീ മുതിർകുന്ന് ഭഗവതി ക്ഷേത്രം മേരുചക്ര ആകൃതിയിലുള്ള കുന്നിൻ മുകളിൽ ശ്രീ ബാലദുർഗയായി കുടികൊള്ളുന്നു. മുകളിലെത്തി നാലമ്പലത്തിനകത്ത് കയറിയാൽ തെക്കേ നടയിൽ ഗണപതിയും ദക്ഷിണാമൂർത്തി സാങ്കല്പികമായും വടക്കേ മൂലയിൽ ത്രിപുരാന്തകനും കന്നിമൂലയിൽ ശാസ്താവും കുടികൊള്ളുന്നു. ചുറ്റമ്പലത്തിന് പുറത്ത് ഇരു കൈയിലും വെണ്ണയുമായി നിൽക്കുന്ന ഉണ്ണിക്കണ്ണനും തെക്കുപടിഞ്ഞാറേ ഭാഗത്ത് വേട്ടേക്കാരനും തേവാരങ്ങളായി സാളഗ്രാമവും ശിവനും ആരാധിച്ചു പോരുന്നു. വടക്കുകിഴക്കേ ഭാഗത്ത് ബ്രഹ്മരക്ഷസിനെയും കുടിവെച്ചിട്ടുണ്ട്. ക്ഷേത്ര മതിലിനു പുറത്ത് ശൈവ സാന്നിധ്യമായി ഏറാട്ടുകാളൻ കുടികൊള്ളുന്നു. ഈ ദേശത്തിന്റെ കാവൽക്കാരൻ എന്ന നിലയിൽ ഏറാട്ടുകാളൻ പിന്നീടത് ഏറനാട് എന്ന പേരിൽ അറിയപ്പെട്ടു എന്നൊക്കെയാണ് ഇവിടുത്തെ സാങ്കല്പികം. ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനകത്ത് കരിങ്കൽ പടവുകളിലും ചുറ്റമ്പലത്തിന് പുറത്തും പുരാതന ലിപിയായ വട്ടയെഴുത്ത് കൊത്തിവെച്ചിരിക്കുന്നു. ചിറയിൽ ശുദ്ധി വരുത്തി ചിറക്കൽ ഗണപതിയെയും തൊഴുത് ഈ 123 കൽപ്പടവുകളും കയറി വേണം ബാലദുർഗയെ തൊഴുവാൻ. മഞ്ചേരി ശ്രീ തിരുവായ്പാറ ശ്രീകൃഷ്ണ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മുതിർകുന്ന് ദേവീ ക്ഷേത്രത്തിന്റെ കീഴേടമായ ഈ ക്ഷേത്രം മഞ്ചേരിയുടെ ഹൃദയഭാഗത്തായി നിലകൊള്ളുന്നു. പടിഞ്ഞാറോട്ട് അഭിമുഖമായിട്ടുള്ള ഈ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന്റെ ശക്തിയെയും ചൈതന്യത്തെയും എടുത്തു കാണിക്കുന്നു. ഗുരുവായൂരമ്പലത്തിലെ പോലെ തന്നെ ചക്രശംഖ് ഗദാധാരിയായിട്ടുള്ള ജനാർദ്ദന ഭാവത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുവായൂരമ്പലത്തിലെ ദർശനം പോലെ തന്നെ അതിപുണ്യമായാണ് ഇവിടുത്തെ ദർശനവും ഭക്തർ കരുതി പോരുന്നത്. 30 വ്യാഴാഴ്ചകളിൽ നടക്കുന്ന കാര്യസാധ്യ പുഷ്പാഞ്ജലിയും നാരായണീയ പാരായണവും അതിവിശേഷപ്പെട്ടതാണ്. മിഥുനമാസത്തിലെ മകം നക്ഷത്രത്തിലാണ് ഇവിടെ പ്രതിഷ്ഠാദിനം ആചരിക്കുന്നത്. മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള മഞ്ചേരി കോഴിക്കോട് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ എട്ടിയോട്ട് അയ്യപ്പ ക്ഷേത്രം മഞ്ചേരി മുതിർകുന്ന് ദേവീ ക്ഷേത്രത്തിന്റെ കീഴേടമായ ഈ ക്ഷേത്രത്തിൽ പ്രഭാ സത്യക സമേതനായി വാഴുന്ന ശ്രീധർമ്മശാസ്താവാണ് കോവിലിലെ പ്രതിഷ്ഠ. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ഏറനാട്ടിലെ ഏക അയ്യപ്പ ക്ഷേത്രമാണ് ശ്രീ എട്ടിയോട്ട് അയ്യപ്പ ക്ഷേത്രം.
ഉപദേവന്മാരായി നാഗങ്ങൾ, ഉണ്ണിഗണപതി, മഹാഗണപതി, ഭദ്രകാളി എന്നീ ദേവന്മാരും ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു. എല്ലാ മാസവും നവഗ്രഹ പൂജയും കാര്യസാധ്യ പുഷ്പാഞ്ജലിയും രക്തപുഷ്പാഞ്ജലിയും എന്നിവ നടത്താറുണ്ട്. മണ്ഡലകാലത്തിൽ ഭക്തർക്ക് വിരിവയ്ക്കുവാനും കുളിച്ചു തൊഴുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. പടി 18 പൂജയ്ക്കും ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട്. എല്ലാ ശനിയാഴ്ചകൾ തോറും അന്നദാനവും നടത്താറുണ്ട്. മഞ്ചേരി കോണോത്ത് ശ്രീ ത്രിപുരാന്തക ക്ഷേത്രം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ദേശത്തെ പ്രതാപികളായിരുന്നു മഞ്ചേരി മന. ഈ ഇല്ലക്കാരുടെ ആരാധനാമൂർത്തിയായിരുന്നു ശ്രീ ത്രിപുരാന്തകൻ. ഇല്ലത്തിന്റെ പടിഞ്ഞാറ്റിയിൽ കിഴക്കോട്ടഭിമുഖമായി സ്വയം വന്ന് കുടികൊണ്ട ത്രിപുരങ്ങളുടെയും അന്തകനായ ശ്രീ ശിവപെരുമാൾ എല്ലാ ഭക്തർക്കും അനുഗ്രഹമരുളിക്കൊണ്ട് തേജസ്വിയായി ഇവിടെ നിലകൊള്ളുന്നു. മൂത്രകുന്ന് ക്ഷേത്രത്തിന്റെ കീഴേടമായ ഈ ക്ഷേത്രം മഞ്ചേരി കോവിലകംകുണ്ട് ബൈപ്പാസിന് സമീപം കണിക്കുന്ന് പരുത്തിപ്പറ്റയിൽ നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് വിട്ടുമാറി ഗ്രാമീണാന്തരീക്ഷത്തിൽ വളരെ ശാന്തമായി ഈ ക്ഷേത്രം നിലനിന്നു പോരുന്നു. മുദ്രകുന്നിൽ അമ്മയുടെയും എട്ടിയോട്ട് അയ്യപ്പൻ്റെയും വായ്പാറ ശ്രീകൃഷ്ണൻ്റെയും ത്രിപുരാന്തകൻ്റെയും അനുഗ്രഹം ഒന്നിച്ചൊരു ദിവസം തന്നെ നേടിയെടുക്കുന്നത് വളരെ പുണ്യമായി ഭക്തർ കണക്കാക്കുന്നു.